ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. മാർച്ച് 12 എൻ്റെ 32nd ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷായിരുന്നു ഹെലിക്സ് പിയേഴ്സിങ് ചെയ്യാന്നുള്ളത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള അൽഫുത്തൈം ജ്വല്ലറിയിലായിരുന്നു ഞാൻ എൻ്റെ ഇയറിംഗ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4 ഡേയ്സിൽ നമുക്കത് റെഡിയാക്കി അവർ തന്നു. അങ്ങനെ എൻ്റെ ഇയറിംഗ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് പിയേഴ്സിങ് ചെയ്യാനാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു പ്ലേസാണ് piercing.360 എന്ന് പറയുന്ന ഷോപ്പ്. അത് മിർദിഫ് 35 മോളിൻ്റെ ഉള്ളിലാണ് ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇയറിംഗ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഷോപ്പിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. ഞാനൊരു 1 ഡേ മുമ്പ് തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു. സോ ഷോപ്പ് വന്നിട്ട് 12 AM വരെ ഓപ്പൺ ആണ്. അവിടെയും കുറച്ച് ജ്വല്ലറി കളക്ഷൻസൊക്കെ കണ്ടു. ബട്ട് ഡയമണ്ട് കളക്ഷൻസൊക്കെ കുറവാണ്. അവിടെയുള്ള ജ്വല്ലറി കളക്ഷൻസൊക്കെ ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിയേഴ്സിങ് റൂമിലേക്ക് അവർ വിളിച്ചു. ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡും ബ്രദറും കൂടെ ഉള്ളതുകൊണ്ട് അവരെന്നെ ചില്ലാക്കി. പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ആഫ്റ്റർ കെയറൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ലോക്കൽ അനസ്തേഷ്യ തരും. ബിക്കോസ് ഹെലിക്സ് പിയേഴ്സിങ് ആയതുകൊണ്ട് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ബട്ട് ഈ അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നംനെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ പെയിൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ പിയേഴ്സിങ് കഴിഞ്ഞു. അയാൾ സ്റ്റഡൊക്കെ ഇട്ട് തന്നു. നല്ലൊരു ലേഡിയായിരുന്നു അവിടുത്തെ സ്റ്റാഫ്, സാറ എന്ന് പറഞ്ഞിട്ട്. ഷീസ് ഫ്രം ജോർഡാൻ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവിടുത്തെ എല്ലാ സ്റ്റാഫും അടിപൊളിയായിരുന്നു. നമ്മൾ ഈ പിയേഴ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവരെന്നെ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ ബാഗ്, പിന്നെ ഒരു ടൈറ്റാനിയം മെറ്റലിൻ്റെ ഒരു ഇയറിങ്ങും അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. ഞാൻ ഓൾറെഡി ഇയറിങ് മേടിച്ചിട്ടുള്ളത് കൊണ്ട് അവർ ഡയറക്റ്റായിട്ട് അത് തന്നെ നമുക്ക് കാതിൽ കുത്തി തന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻ്റെ ബർത്ത്ഡേസ് എല്ലാ വർഷവും ഞാൻ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് അത് നമ്മുടെ ഡേ അല്ലേ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ സെലിബ്രേറ്റ് ചെയ്യുക? അങ്ങനെ എൻ്റെ കൂടെ വന്ന കിച്ചുവിനും അപ്പുവിനും ഒത്തിരി താങ്ക്സ്. ലവ് യു.